എനിക്കന്ന് തിരിയില്ല. കാരണം ഇത് രാവിലെയും കൂടെ ഞാനത് പറഞ്ഞിട്ടാ ചെക്കൻ പാവട്ടോ. രാവിലെ എണീറ്റിട്ട് എന്നിട്ട് എൻ്റെ അത് പോയി യൂട്യൂബ് പോയി ഫുള്ള് സെർച്ച് എന്നിട്ട് എന്നോട് പറയാം എനിക്കറിയടി നിന്റെ വിഷമം. സന്തോഷം കാരണം സമനില തെറ്റിപ്പോവാന്ന് പറയുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് നിമിഷങ്ങൾ എനിക്ക് എല്ലാം കൂടെ എന്തൊക്കെയോ ഒരു പ്രത്യേകതരം അവസ്ഥ. കാരണം എന്താണെന്നറിയണ്ടേ? ഹായ്, നേരെ ഇൻട്രോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. സംഭവം വേറെ ഒന്നല്ല കേട്ടോ, നമ്മളെ യൂട്യൂബിൽ നിന്ന് നമ്മളെ ആദ്യത്തെ വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം മുന്നേ കേട്ടോ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടിയത്. അന്നേരം നിങ്ങളോട് പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല. കാരണം സ്കൂളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം 2 ദിവസമായി ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതായത് സ്കൂളിൽ കുട്ടികളെ പരിപാടി ഒരു ദിവസം അങ്ങനെ പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് കുടുംബശ്രീയുടെ കുറച്ച് ആവശ്യങ്ങളായിട്ട് അങ്ങനെ പോയി. അന്നേരം വീഡിയോസൊന്നും ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതിന് ശേഷം ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓൺ വോയിസിലൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ലൈവിൽ വന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, വീഡിയോസായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഈ പൈസ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് 24-ാം തീയതി കയറേണ്ട പൈസ എനിക്ക് വന്നത് എനിക്ക് 31-ാം തീയതി ആയിരുന്നു കേട്ടോ. അതെനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടും എനിക്ക് പൈസ കിട്ടണുണ്ടായിരുന്നില്ല. കുറേ ബുദ്ധിമുട്ടി പൈസ കിട്ടാൻ. കാരണം എന്തൊക്കെയോ ഫസ്റ്റ് ഇതായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഞാൻ ലിജോനോടൊക്കെ പറഞ്ഞു, അവൻ എൻ്റെ ഐഡിയ ഒക്കെ വെച്ച് യൂട്യൂബിലൊക്കെ സെർച്ചൊക്കെ ചെയ്തു. പ്രോബ്ലംസ് ഒന്നും ഇല്ല, അത് ബാങ്കിൽ വരുന്നതിൻ്റെ ആ ഒരു സാവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെയൊക്കെ ഒരു സമാധാന വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഈ കുറേ നാൾ പിടിച്ചിരുന്നത് കേട്ടോ. കാരണം ഏതൊരാളെ പോലെ നമുക്ക് പൈസ കിട്ടും എന്നുള്ള ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ട് അത് കയ്യിലേക്ക് കിട്ടാതാകുമ്പോൾ എന്തോ ഒരു വിഷമം ഉണ്ടാകുന്ന പറയാം. നമ്മളെപ്പോലെ ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഇത്രയും നാളെ നമ്മളെ കഷ്ടപ്പാട്, ഒരുപാട് പേരുടെ സഹായം ഇതൊക്കെ ആയിട്ട് നമ്മളെ കയ്യിലേക്ക് ആ പൈസ വന്നിട്ട് ഡോളർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പൈസ നമ്മളെ കയ്യിൽ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സങ്കടം പിടിച്ച അവസ്ഥയാണ് കേട്ടോ. ആ ഒരു അവസ്ഥയിലൂടെ ഒരാഴ്ച ഞാൻ കടന്നുപോയി. ഞാൻ എനിക്കിനി പൈസ കിട്ടത്തുണ്ടാവില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ടതല്ല, അത് നമുക്ക് കിട്ടും, അതെങ്ങനെയും ഞാൻ വാങ്ങിച്ചെടുക്കും എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം എനിക്ക് എത്താൻ പറ്റിയെങ്കിൽ, ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ ചാനൽ ഇവിടം വരെ എത്തിക്കാൻ പറ്റിയെങ്കിൽ, ആ ഒരു ലക്ഷ്യം എനിക്കുണ്ടെങ്കിൽ ആ വന്ന പൈസ എങ്ങനെയും വാങ്ങിച്ചെടുക്കും എന്നുള്ളൊരു വാശിയും കൂടെ എനിക്കുണ്ടായിരുന്നു. അന്നേരം അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത്. കാരണം ഒരുപാട് പേരുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിർത്തിപ്പോയവർ. കാരണം വീഡിയോസ് ഓടണില്ല, ഡോളറൊന്നും കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നിർത്തിപ്പോണ്ട് ഒത്തിരി പേര് വന്ന് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നില്ലേ ഭയങ്കര ടഫ് ഏരിയ കേട്ടോ. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അല്ല, വലിയ പൈസക്കാർ, സെലിബ്രിറ്റീസ്, വീഡിയോസ് എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റുന്നവർ, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. നമ്മളെപ്പോലെ സാധാരണ വീട്ടമ്മമാർക്ക് ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. കാരണം എൻ്റെ ഈ വീട്ടിലുള്ള കഥകൾ മാത്രമേ നിങ്ങൾ ഡെയിലി കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് പുറത്തുള്ള വീഡിയോസോ അങ്ങനെയൊന്നും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ഡെയിലി റൊട്ടീൻ മാത്രമേ എൻ്റെ വീഡിയോസിലുള്ളൂ. അതിലേക്ക് പുറത്തേക്കുള്ള ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് സാല അന്നേരം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യണില്ല. അതുതന്നെയാണ് എൻ്റെ ഇവിടം വരെ എത്താനുള്ള കാരണം, മെയിനായിട്ടുള്ള കാരണം അതാണ് കേട്ടോ. എത്രത്തോളം വീഡിയോസ് ഓരോ ദിവസവും കണ്ടന്റ് ഇല്ലാണ്ട് സാരല്ല, നമുക്ക് നോക്കാം. കണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ നിർത്തേണ്ട വരുന്നുള്ള സാഹചര്യം പോലും എത്തിയിട്ട് നിങ്ങളെല്ലാവരും പ്രചോദനം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ എൻ്റെ തുടക്കത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ദേവിക. കുറച്ച് നാളായിട്ട് മിസ്സിങ് ആണ് കേട്ടോ. ആളെ ഒരു വിവരവും ഇല്ല. അതെനിക്ക് വല്ലാത്തൊരു മിസ്സിങ് ഉണ്ട്. പിന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി, സീൻ ചേച്ചി, ഇവരെല്ലാവരും എപ്പോഴും എന്നോട് പറയും, മോളെ കുഴപ്പമില്ല, നീ ഇട്ടോ, അതൊക്കെ റെഡി ആവും, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ കാണുന്നില്ലേ, അതുപോലെ എല്ലാവരും കാണും, സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് തന്നതുകൊണ്ടാണ്. നമുക്ക് ഷോർട്ട് വീഡിയോനേക്കാളും നമുക്ക് ഡോളർ കയറി എപ്പോഴും ലോങ് വീഡിയോയിലാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളൊക്കെ പോയാലാണ് വ്യൂ കയറുന്നത്. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഒന്നും കാണാതിരിക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അന്നേരം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഈ യൂട്യൂബിൽ നിന്ന് ഒരു തവണയിലും ഒരു പ്രാവശ്യമെങ്കിലും പൈസ വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു വാശിയായിരുന്നു കേട്ടോ. ആ വാശിക്ക് നിറവേറി, എൻ്റെ ലക്ഷ്യം നിറവേറി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. അതെത്ര കിട്ടി അതൊന്നുമല്ല, അതിലൊന്നുമല്ല ഒരു കാര്യം. നമുക്കൊരു തവണ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതൊരാൾക്കുള്ളൊരാഗ്രഹമാണ് ഒരു തവണ പൈസ മേടിക്കുക എന്നുള്ളത്. ആ ഒരു തവണ അത് കിട്ടുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു
സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് വാങ്ങിച്ചെടുക്കാൻ കഷ്ടപ്പെട്ടിട്ട് അത് കിട്ടാതെ പോകണം ഒത്തിരി പേരുണ്ട്. അതായത് ഞാൻ ഈ ഓൺ വോയിസിൽ ഈ നട്ടപ്പാതിരയ്ക്ക് വരാൻ കാരണം തന്നെ ഇതാണ് കേട്ടോ. 2 ദിവസമായി ഇത് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പകൽ വീഡിയോസ് എടുക്കാൻ സമയം കിട്ടണില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങളോട് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത് കിട്ടി എന്നുള്ളൊരു കാര്യമൊന്നും പറയാൻ പറ്റണ്ട. എന്നെ അറിയുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ കിട്ടി എന്നുള്ളത്, എല്ലാത്തവർക്കൊന്നും അറിയത്തില്ലല്ലോ. നേരെ നിങ്ങളോട് പറയണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ രാത്രിയാണെങ്കിൽ ഈ വീഡിയോസ് എടുക്കണത്. പകൽ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ രാത്രി വന്നത്. വേറെ ഒന്നും വിചാരിക്കേണ്ട. അതായത് ഇനി ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നതിന് മുന്നേ കാരണം നിങ്ങളോട് എനിക്ക് പറയണേ, ലോങ് വീഡിയോ എടുത്ത് വെച്ചതുണ്ട്, സ്കൂൾ വീഡിയോസും അല്ലാത്ത വീഡിയോസൊക്കെ എടുത്ത് വെച്ചതുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം. അന്നേരം ഞാൻ ഈ രാത്രി തന്നെ അതുകൊണ്ടാണ് എടുത്തത്. എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തവരോട് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, മെമ്പർഷിപ്പൊക്കെ എടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി ചേട്ടന്മാരുണ്ട്, ഒത്തിരി അനിയന്മാരുണ്ട്, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് വീഡിയോസ് ഓടിക്കിട്ടാൻ ഭയങ്കര പാടാണ്. സെലിബ്രിറ്റീസൊന്നും അല്ലല്ലോ നമ്മൾ വെറും ഒരു വയനാട്ടിലെ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ. ഈ പൊട്ടപ്പൊളിയ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ല. അതിന് തന്നെ ഒരുപാട് നന്ദിയാണ് കേട്ടോ. പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതിലൊത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും. പറഞ്ഞാൽ ഇങ്ങനെ ബളബളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വായി തുറന്നാൽ ഇങ്ങനെ ബളബളേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും കവരിയെ കണ്ട കേട്ടോ. സന്തോഷം കൊണ്ടാണ് ഞാൻ ബാങ്കിൽ പോയിട്ട് എൻ്റെ ആ ഒരു ഇൻട്രോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം സന്തോഷം കൊണ്ടൊരു നിമിഷമാണിത്. കരഞ്ഞിട്ടാണ് ഞാൻ 2 ദിവസം ബാങ്കിലേക്ക് പോയത്. മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിട്ട് എന്താ ചെയ്യാന്നൊന്നും തിരിയാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇതെന്നെ കളിയാക്കി, എന്നെ ഞങ്ങൾ എന്നും എത്തൂലാക്കെ നിർത്തിപ്പോവും, ഒക്കൊക്കെ പ്രാന്താണോ, വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ പറഞ്ഞവരെ മുന്നിൽ ഒരു തവണയെങ്കിലും എനിക്കെൻ്റെ ലക്ഷ്യത്താൻ പറ്റിയല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വാശി, എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും. കാരണം അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഒരു ലക്ഷ്യബോധ്യം നമുക്കുണ്ട്. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ നമ്മളെ വളർത്താൻ ആരും ഉണ്ടാവില്ല. അത് നമ്മൾ മാത്രം വിചാരിക്കണം. എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ ശ്യാമേട്ടൻ പറയാം, വീണ ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, നിർത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിർത്തണം. പക്ഷേ ഇവിടുന്ന് ശ്യാമേട്ടനാണെങ്കിലും മക്കളാണെങ്കിലും എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്ന എൻ്റെ മക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഞാൻ ഒരാൾ വിചാരിച്ചാൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ശ്യാമേട്ടന് പുറത്തൊക്കെ പോകുന്ന മനുഷ്യനാണ്. പലരും പലതും പറയും, എന്നാലും എൻ്റെ ഇഷ്ടത്തിന് നിന്ന് തന്നില്ലേ, അതന്നെയാണ് വലിയൊരു കാര്യം. ഞാൻ ആദ്യം നന്ദി പറയണ്ട എൻ്റെ കെട്ടിയോ, ഇങ്ങോട്ട് വാ, എൻ്റെ കെട്ടിയോനോട് തന്നെയാണ് ആദ്യം നന്ദി പറയണ്ട. തങ്ങളെ അടിയെല്ലാം കൊണ്ടു പൈസ കിട്ടാത്തതിനെല്ലാം പറഞ്ഞില്ലേ, എന്തിനീ ചാനൽ തുടങ്ങിയിട്ട് ഒരു അധികം കാര്യമില്ലാതെ പറയും. പക്ഷെ അത് വാങ്ങിച്ചെടുത്തപ്പോൾ ഒരു സന്തോഷം അത്രമാത്രം. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് സപ്പോർട്ടില്ല, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു കാര്യം തുടങ്ങുമ്പോൾ എപ്പോഴും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഫസ്റ്റ് വേണ്ട. ആ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സപ്പോർട്ടും എൻ്റെ ലക്ഷ്യബോധവും എൻ്റെ ലക്ഷ്യവും എൻ്റെ വാശിയും എല്ലാം കൂടി ചേർന്നപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തി. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും, നിങ്ങളെ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രം. അതായത് ഇതെല്ലാം കൂടി വന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റുക. അല്ലാണ്ട് എൻ്റെ ഒറ്റക്കൊരാളുടെ ശ്രമം കൊണ്ടല്ല. പിന്നെ തോറ്റുപോയി എന്നെടുത്ത് തോന്നിയെടുത്ത് നല്ല വാശിയോടുകൂടി മുന്നേറാനുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ആ ഒരു വാശി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എൻ്റെ ഒരു വാശി ഇതിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ തോറ്റെടുത്തുനിന്ന് ഞാൻ തോറ്റു പോയതായിരുന്നു. അവിടെ നിന്നെല്ലാം ഞാൻ വലിഞ്ഞ് കയറി വന്ന്. അന്നേരം എല്ലാവരോടും ഒത്തിരി സന്തോഷം. അന്നേരം എത്ര പൈസ കിട്ടിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അന്നേരം പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് പേര്. അന്നേരം കറക്റ്റ് എമൗണ്ട് ഞാനും പറയുന്നില്ല. കാരണം അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെ അറിയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു, അങ്ങനെ കറക്റ്റ് എമൗണ്ട് നീ പറയണ്ട എന്ന് പറഞ്ഞത്. പിന്നീട് നമ്മളെ വീഡിയോസിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം കറക്റ്റ് എമൗണ്ട് നീ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കറക്റ്റ് എമൗണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് 10,000 രൂപയിൽ കുറയാതെയും 15,000 കൂടാതെയും 10,000 കുറയാതെയും അതിൻ്റെ ഇടയിലുള്ളൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടിയത്. അന്നേരം എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം അറിയുന്നവർക്കറിയാം. എനിക്ക് $169 ഉണ്ടായിരുന്നത്. അത് വെച്ച് കണക്കൂട്ടുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും $169 എത്ര ഉണ്ടാവും എന്നുള്ളത്. യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ $169 എനിക്കുണ്ടായിരുന്നത്. $169 പൈസയെ കിട്ടിയിട്ടുള്ളൂ. അന്നേരം അത് എത്ര എന്നുള്ളത് കണക്ക് ഡോളർ വെച്ച് കൂട്ടുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം കൂടെ പറയാൻ വന്നല്ലോ. എന്തോ ഒരു കാര്യം കൂടെ പറയാൻ വന്ന് മറന്നു പോയിട്ടോ.
ദേവിക. പിന്നെ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയ ഒരു കക്ഷിയായിരുന്നു കേട്ടോ, ദേവിക എന്ന് പറഞ്ഞിട്ടൊരു ആള്. അതായത് മൂപ്പത്തിയാർ ഇപ്പോൾ കുറേ ആയിട്ട് കാണുന്നില്ല. എന്നെ കുറേ അവർ ഐഡിയിലെല്ലാം പോയിട്ട് തപ്പി നോക്കി. ദേവിക എൻ്റെ വീഡിയോസ് എപ്പോഴേലും കാണുവാണെങ്കിൽ എന്നെ മിസ് ചെയ്യുന്നില്ല, ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ ദേവിക. എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കും ദേവികേൻ്റെ കാര്യം, പക്ഷെ വിട്ടു പോകുന്നതാണേ, ഒന്ന് പറയണേ. പിന്നെ ഒരുപാട് പേരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ പറയേണ്ടത്, നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അന്നേരം ഇനി മുന്നോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അന്നേരം ഓക്കെ, എല്ലാവരോടും ബായിട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇന്നത് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഇടാത്ത ഓൺ വോയിസിൽ വന്നത്. അന്നേരം ഓക്കെ, ബായ്.